ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കാവി നിറമുണ്ട്, കാവി കൊടികൾ പിടിച്ചിട്ടുണ്ട്. അവനീർ ടാഗോറിനെ പോലെയുള്ള മഹാത്മാക്കൾ ഭാരതാംബയുടെ ചിത്രം വരച്ചപ്പോൾ കാവി വസ്ത്രമാണ് ആ ഭാരതാംബ ഉടുത്തിരുന്നത്. ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുന്ന വികാരമാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 1905 ഇന്ത്യൻ ചിത്രകാരനായ അമരേന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരത് മാതാവിന്റെ ചിത്രത്തിൽ പറഞ്ഞ കാവ്യ പതാകയല്ല, നെല്ലുകറ്റകൾ, വെളുത്ത തുണിക്കഷ്ണം, 4 കൈകളിലായി ഒരു രുദ്രാക്ഷമാല എന്നിവ പിടിച്ചിരിക്കുന്ന സ്ത്രീയാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വദേശ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചിത്രമാണ്. അതല്ലല്ലോ ഗവർണർ രാജ്ഭവനിൽ ചെയ്തത്. അത് RSS പതാകയുടെ സാമ്യമുള്ള കൊടി പിടിച്ചുകൊണ്ട് സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ഒരു സ്ത്രീ രൂപമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു മാതാവിനെയും പറ്റി പറയുന്നില്ല. ഭരണഘടന ഊന്നി പറയുന്നത് ഐക്യത്തിന്റെയും സമഗ്രതയുടെയും പ്രാധാന്യത്തെ പറ്റിയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഭരണഘടനയുടെ കാവലാളാകേണ്ട ഗവർണർ തന്നെയാണ് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കുന്നതും ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് കുമ്മനം ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതൊക്കെ തന്നെ